മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ബാത്റൂം ഏരിയയിൽ അക്ബർ, ശരത്ത്, ഷാരിക, ആദില, നൂറ ഇവരെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദില വന്ന് നൂറയെ വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി ബാത്റൂമിലേക്ക് കയറുന്നുണ്ട്. ഓൾറെഡി നൂറ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. ആദിലയാണ് കുളിക്കാൻ പോകുന്നത്. എന്തോ ഹെൽപ്പിന് വേണ്ടിയാണ് നൂറയെ വിളിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുന്നത്. പക്ഷേ ഇത് കാണുന്ന ഷാരിക ഉടനെ അക്ബറിനോട് പറയുന്നുണ്ട്, ഇത് ഇവിടെ അനുവദിച്ചുകൂടാ. ഇതെന്താണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുന്നത്? ഇങ്ങനെ ഒരു ബാത്റൂമിൽ കയറാൻ അനുവദിച്ചുകൂടാ. അപ്പോൾ അവർക്ക് സ്വകാര്യം പറയാം, എൻജോയ് ചെയ്യാം. ഇവരെന്താണ് ഇവിടെ ഹണിമൂണിന് വന്നിരിക്കുകയാണോ? ഇങ്ങനെ ഒരുമിച്ച് കുളിക്കുന്നത് കേരള സംസ്കാരത്തിന് എതിരാണ്. ഉടനെ അക്ബർ തമാശയ്ക്ക് പറയും, അവരൊരുമിച്ച് കുളിക്കും, വന്നപ്പോൾ മുതൽ അങ്ങനെയാണ്, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അക്ബർ പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ഭാര്യ വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് കുളിക്കുമോ? ഇല്ലല്ലോ, ഇവരെന്താണ് ഒരുമിച്ച് കുളിക്കുന്നതെന്നൊക്കെ അക്ബറും ചോദിക്കുന്നു. ഉടനെ ഷാരിക പറയുന്നുണ്ട്, അത് നിങ്ങൾ അനുവദിച്ചുകൂടാ. അങ്ങനെ ഒരു ഫണ്ണി ടോക്കാണ് അക്ബറും ഷാരികയും തമ്മിൽ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദിൽക്ക് എന്തോ ഒരു ഹെൽപ്പിന് വേണ്ടി നൂറയെ വിളിച്ചുകൊണ്ട് പോയതാണ്. പിന്നെ ബാത്റൂമിലും ടോയ്ലറ്റിലും പോകുമ്പോൾ മൈക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ അവർക്ക് സ്വകാര്യം പറയാമല്ലോ എന്നൊക്കെയാണ് ഷാരിക പറയുന്നത്. തമാശയാണെങ്കിലും കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഷാരിക അവിടെ പറഞ്ഞത്. പിന്നെ ആദിൽക്കും നൂറയ്ക്കും സ്വകാര്യം പറയാൻ വേണ്ടി ബാത്റൂമിൽ കയറണമെന്നില്ല. കിടക്കുന്ന സമയത്താണെങ്കിലും അവർക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.